നാള് വരുമ്പോൾ അതുകളെയും പരാജയപ്പെട്ടവരെയും വെവ്വേറെയായി നിർത്തുന്നു. അങ്ങനെ പരാജയപ്പെട്ടവർ ഔലിയാക്കളെ സ്മരിക്കുന്നവരാണ്. അവരുടെ മദത് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞാൻ ഏവരും ഔലിയാക്കളെ സ്മരിക്കുന്നു. അതാണ് ഇന്നലെ ഈ വേദിയിൽ വെച്ച് സംസാരിച്ചിരുന്നു. ഒരു ഹദീസിൽ കാണാം, ഇത്തഖില്ലാഹ ഐസുമാ കുന്ത വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്തഖില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അല്ലാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാഹുവിനെ നമ്മൾ മറന്നു ചെയ്യുന്ന മോശമായ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് കരയിലും ഫസാദുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. നിങ്ങൾക്കറിയുമോ, ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന് രഹസ്യമായ ജീവിതം ഇല്ല. എന്താണ് കാരണം? അല്ലാഹു അവനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവനെ എപ്പോഴും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു കാണാതെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഈ ചുരുങ്ങിയ ആയുസ്സിൽ ഒരു നന്മയും ഒരു തിന്മയും ഒരു സുഹൃതങ്ങളും ചെയ്യാൻ കഴിയുകയില്ലെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹ്, എന്തേ കാരണം? എനിക്ക് വേണ്ടുന്ന ആളുകൾ എന്നെ കാണുന്നുണ്ടേ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു പൂർണ്ണ ബോധമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഞാനും നിങ്ങളും ജനിച്ചത് മുതൽ ഈ നിൽക്കുന്ന സമയം വരെ, ഈ ഇരിക്കുന്ന സമയം വരെ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണവും വെള്ളവും വസ്ത്രവും വായുവും ഓക്സിജനും എല്ലാം വേണ്ടുന്ന സമയത്ത് തന്നുകൊണ്ടിരിക്കുന്ന ഖാലിഖായ റബ്ബിനെ മറന്നുകൂടാ. അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ നഫ്സിനോടും നിങ്ങളെയും കേൾപ്പിക്കുകയാണ്, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. നമുക്ക് റൂഹ് ഊതുന്നത് അപ്പോഴാണ് നമുക്ക് റൂഹിനെ തരുന്നത്. ആ റൂഹിനെ ഊതുമ്പോൾ നമുക്കുള്ള നന്മകളും തിന്മകളും നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളും എവിടെയെല്ലാം എത്തണം, എന്തെല്ലാം ചെയ്യണം, എത്ര കച്ചവടങ്ങൾ തുടങ്ങണം, വിൽക്കണം, ഏത് കാറ് വാങ്ങണം എന്ന് തുടങ്ങി ഏത് പെണ്ണിനെയാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, ഏത് ഭർത്താവിനെയാണ് ഒരു പെണ്ണിന് ലഭിക്കേണ്ടത്, ഇത് മുഴുവനും അല്ലാഹു തആല നമുക്ക് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന് കുറഞ്ഞ സംഗതികളെ കൊണ്ടെല്ലാം നടക്കും. നമ്മളെ മൊബൈലിലുള്ള സിമ്മിന്റെ ഉള്ളിൽ എത്ര ഫോൺ നമ്പറുണ്ട് അല്ലേ? നമ്മളെ മൊബൈലിലുള്ള ഒരു സിമ്മുണ്ട്, ചെറിയ ഒരു സാധനം. അതിൽ ഒരു 4 വര, ഒരു പിച്ചളയുടെ ഒരു കഷ്ടത്തിന്റെ ഒരു സാധനം, ഇമല സാധനമൊക്കെ കിടക്കുന്നത്. ബാക്കിയൊക്കെ അവിടെ നിൽക്കാനുള്ള സംവിധാനത്തിലുള്ള അതിന്റെ ബാക്കിലുള്ള സംഗതിയൊക്കെ. അപ്പൊ ഒരു ചെറിയൊരു സംഗതിയാണ്. അതിന്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് ഫോൺ നമ്പറുകൾ സേവ് ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് ഡാറ്റകൾ അതിന്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ സഹായം നൽകുന്നത് അതാണ്. അത് മുബൈ ഹാജി നാസർ ഹാജി അള്ളാഹു
എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഞങ്ങളിങ്ങനെ പോരുമ്പോൾ ഞങ്ങൾക്ക് പണി എന്തേന്, വണ്ടിയിൽ 7 മണിക്കൂർ ഞങ്ങളെ നാട്ടിലെ മദ്രസന്റെ 20ാം വാർഷികം വരികയാണ്. അപ്പൊ അയക്കാൻ കുറെ പൈസ വേണം, മൈക്കൊക്കെ ബോക്സ് വേണം. ഇത് ഉണ്ടാക്കണ പണിയായില്ലേ വണ്ടീന്ന്. അതിനാണ് മദ്രസന്റെ സെക്രട്ടറിമാരൊക്കെയാണ് കയറിയണേ. ഇവിടെയും അൽഹംദുലില്ലാ ഓടോന് ജോയിന്റ് സെക്രട്ടറി പോയോ, എന്നെ കൊണ്ടുവന്നാക്കി. സെക്രട്ടറിയോടെ സെക്രട്ടറി ഇവിടെ ഉണ്ടോ? അല്ലേ, ചോറ് വെക്കാൻ പോയ സെക്രട്ടറി എവിടെന്ന് ചോദിച്ചപ്പോ ഇവിടുന്ന് ഒരാൾ ഒച്ചപ്പാടുണ്ടാക്കണം. ബഗ്ദാദിൽ ചെന്നാൽ കാണാൻ കഴിയും ഒരുപാട് ഖബറുകൾ. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളെ ഹദറത്തില് ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ബഗ്ദാദ് 2 വട്ടം പോയിട്ടുണ്ട്. ബഗ്ദാദ് പോയ ആളുകൾ ആരെങ്കിലും ഇവിടെ പോകട്ടെ? എന്ത് ബഗ്ദാദ്, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാം. പിന്നെ ബഗ്ദാദ് അങ്ങനെ അവിടെ ഞാൻ 2 പ്രാവശ്യം പോയപ്പോൾ അവിടെ വിശാലമായ മഖ്ബറകളുണ്ട്. ആ മഖ്ബറകളിൽ ധാരാളം ഖബറുകളുണ്ട്. ആ ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്യുന്നത് കാണാൻ കഴിയും, പക്ഷെ പേരറിയില്ല. താരീഖുൽ ബഗ്ദാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ഖുബൂറുൻ നുദൂർ, നേർച്ചയാക്കുന്ന ഖബറുകൾ. ഈ ഖബറുകൾ പേരറിയാത്ത ഖബറുകളെ ഓര് വിളിക്കുന്ന പേര് നേർച്ചയാക്കുന്ന ഖബറുകൾ. എന്താ കാരണം? ആളുകൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആളുകൾ ആ മഖ്ബറയിലേക്ക്, ഖബറിലേക്ക് നേർച്ചയാക്കുകയും ആ നേർച്ചകൾ ഇടാൻ വലഹും സുന്ദൂഖുൻ, ആ ഖബറിന്റെ മുമ്പിൽ നേർച്ചപ്പെട്ടിയുണ്ട്, ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിലേക്ക് ആളുകൾ പണം നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് കൊണ്ട്, ആ ഖബറിലുള്ള ആള് മഹാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് നേർച്ചയാക്കുന്ന ഖബറുകൾ എന്ന് അവകളെ വിളിച്ചു പോരുന്നു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമികമായ ദഅവത്തിന് വേണ്ടി ഈ ഗ്രാമത്തിലേക്ക് അവർ എത്തിപ്പെടുകയും അതിനുശേഷമായി ഇവിടെ 1 or 2 ആളുകൾ ഉണ്ടാവുകയും പിന്നീട് അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞാൻ തരും, നല്ല വിഷയം മനസ്സിൽ കരുതുക, ഒരു 50 കിലോ അരി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം അല്ലാഹു തആല എന്ത് വിഷയം മനസ്സിൽ കരുതി നൽകുന്ന ആ വിഷയത്തിൽ അല്ലാഹു ഫത്ഹ് നൽകട്ടെ. ഒരാള് ബിസ്മില്ലാഹ് അടുത്ത കൊല്ലത്തെ ഇൻഷാ അല്ലാഹ് ഉറൂസിലേക്ക് തരാൻ പറഞ്ഞ 5 കിലോനെ അങ്ങനെ 5 കിലോ. ഹംസ ചട്ടിമാണി, അതിപ്പോ ഞാൻ അവിടെ നിന്ന് പോണം, അവിടുത്തെ ആളുകൾ അവിടെ കൊണ്ടുവരും. അബ്ദുൽ ഖാദർ ചെട്ടിമണി, അൽഹംദുലില്ലാഹ് എത്ര 5 കിലോ. അള്ളാഹു നമ്മളൊക്കെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله. സാധുക്കളാണ്, പാപികളാണ് ഞങ്ങൾ എല്ലാവരും തരും. ഇത് എന്റെ നാട്ടിലുള്ള മദ്രസക്കാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ ഇത്
وآخر دعوانا الحمد لله رب العالمين. അധ്യക്ഷ സ്ഥാനത്ത് والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد يا سيدي سيدي ولي